എന്തായാലും ഈ യാത്രയിൽ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ. ലെപ്പേഡിൻ്റെ ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതേ രീതി തന്നെ നീൽഗായുടെയും മറ്റു പക്ഷികളുടെയൊക്കെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ യാത്രയുടെ ഒരു ചെറിയൊരു ലക്ഷ്യമായിരുന്നു നമുക്ക് ഹൈനയെ കിട്ടണമെന്നാണ്. അതുകൊണ്ട് തന്നെ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മൾ മറ്റൊരു സഫാരിയുടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജലാന ഫോറസ്റ്റിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അമാഗർ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. അവിടെയും ലെപ്പേഡ് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹൈനയെ കിട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു അറിവ് കിട്ടിയത്. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കൂടെ സഫാരിയിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ നമ്മൾ അങ്ങോട്ടൊരു സഫാരി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഹൈനയെ തേടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും അടുത്ത വീഡിയോ കാണുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹൈനയെ തേടിയുള്ള യാത്ര ജലാനയിൽ നിന്നും അമാഗർ ലെപ്പേഡ് ഫോറസ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ട ഒരു കാഴ്ചയാണ് ഒരു കുഞ്ഞു നീൽഗായി ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുന്നത്. ആദ്യം കൗതുകം തോന്നി. ഇത് കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു നീൽഗായി അല്ല. ഫോറസ്റ്റിനുള്ളിൽ വെച്ചിട്ട് ഒരു ലെപ്പേഡ് കില്ലിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ അമ്മ നീൽഗായി മരണപ്പെട്ടു. അപ്പോൾ കുഞ്ഞിന് ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഫോറസ്റ്റിലുള്ളവർ ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. ഇത് വളർന്നൊരു പ്രായമാകുമ്പോൾ ഇതിനെ തിരിച്ച് ഫോറസ്റ്റിനുള്ളിൽ തന്നെ കയറ്റിവിടും കേട്ടോ. ഈ കാട്ടിലെ കാഴ്ചകളും ആനിമൽ സൈറ്റിങ്ങും എല്ലാം ജലാന ഫോറസ്റ്റിലെ കാഴ്ചകളുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത് ജലാന ഫോറസ്റ്റിൻ്റെ മറ്റൊരു ഗേറ്റ് തന്നെയാണ്. അമാഗർ ഫോറസ്റ്റ് ഒരു ലെപ്പേഡ് റിസർവ് കൂടിയാണെങ്കിലും ഇവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ഹൈനകളെയാണ്. എന്നിരുന്നാലും വൈൽഡ് ഗേറ്റ്സിനെയും ലെപ്പേഡിനെയൊക്കെ കാണാനുള്ള ചാൻസും നമുക്കുണ്ട്. യാത്രക്കിടയിലാണ് കാടിനുള്ളിലെ 360 ക്യാമറ കണ്ടത്. ആദ്യം നമ്മൾ കുറച്ചു നേരം കടുപ്പിച്ച് നോക്കിയെങ്കിലും പിന്നീട് ആളിത്തിരി ആക്റ്റീവായി നമ്മളെ നോക്കി കണ്ണൊക്കെ ചിമ്മി കാണിച്ചിട്ടുണ്ട്. കുറച്ചു നേരം ആളെ നോക്കി നിന്ന് ചെറിയൊരു വിഷ്വലൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും മൂവായിട്ടുണ്ട്. ഈ ഫോറസ്റ്റിലെ മൃഗങ്ങളോടൊപ്പം തന്നെ ഒരുപാട് പക്ഷികളുമുണ്ട്. ഈ കാണുന്നതാണ് കാടക്കോഴി വിഭാഗത്തിൽപ്പെട്ട ഗ്രേ ഫ്രാങ്കോളി. മൃഗങ്ങളൊക്കെ അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ട് മഡ് ബാത്ത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ കിളികളൊക്കെ ചെയ്യുന്നത്. അവരുടെ ഫെദറിനുള്ള ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടും പിന്നെ ഈ ചൂടും തണുപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അവർ ഈ മഡ് ബാത്ത് ചെയ്യുന്നത്. ഈ കാണുന്നത് മറ്റൊരു ബേഡാണ്. ഇത് ഹൂപ്സ് ആണ്. മലയാളത്തിൽ ഉപ്പൂപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവൻ്റെ മെയിൻ പ്രത്യേകത എന്തെന്നാൽ ഇവൻ്റെ തലയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു കിരീടം പൊങ്ങി വരും. അത് തന്നെയാണ് ഇവനെ കാഴ്ചയിൽ വ്യത്യസ്തമാക്കുന്നതും അവൻ്റെ ഭംഗി കൂട്ടുന്നതും. ജലാന ഫോറസ്റ്റിലെ മനോഹരമായ കാഴ്ചകളും പുള്ളിപ്പുലിയുടെ വിഷ്വലും എടുക്കാൻ സഹായിച്ച അതേ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് നമുക്ക് ഈ കാട്ടിലെ കാഴ്ചകൾ കാണിക്കാനും കൂടെയുള്ളത്. കാരണം ഈ ഫോറസ്റ്റിലത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സഫാരി വെഹിക്കിൾ നിലവിലില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജലാന ഫോറസ്റ്റിൽ നിന്നും അവിടുത്തെ സഫാരി വെഹിക്കിൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് അയച്ചു തരുന്നത്. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷ്വൽ കൂടിയാണ് ഈ കാണുന്ന പുള്ളിച്ചുണ്ടൻ ആ ചിറകിങ്ങനെ വിടർത്തുന്ന ഒരു സീന്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലിങ്ങനെ നീരാടിക്കൊണ്ടിരുന്നിട്ട് മെല്ലെ കരയിലേക്ക് ആൾ കയറി അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് മറ്റൊരു പുള്ളിച്ചുണ്ടൻ നമുക്ക് കാണാൻ പറ്റിയത്. മെല്ലെ മെല്ലെ ആ ഒരാൾ കൂടി നമ്മുടെ ഫ്രെയിമിലോട്ട് കയറി വന്നിട്ടുണ്ട്. അല്പനേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ തന്നെ കിട്ടി. ഇവരെ രണ്ടുപേരുടെയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന ടൈമിലാണ് പിന്നാലെ മറ്റ് രണ്ടുപേരും കൂടെ കണ്ടത്. രണ്ട് കുഞ്ഞുങ്ങളാണ്, പക്ഷേ കണ്ടിട്ട് പുള്ളിച്ചുണ്ടൻ്റെ കുഞ്ഞുങ്ങളായിട്ട് തോന്നുന്നില്ല. മറ്റാരുടെയോ കുഞ്ഞുങ്ങളാണ്. എന്തെന്നാലും നമ്മൾ അവരുടെയും കുറച്ച് വിഷ്വൽ എടുത്തിട്ട് അവിടെ നിന്ന് മൂവായിട്ടുണ്ട് മെല്ലെ. ഇതൊരു ചെറിയൊരു കാടായതുകൊണ്ട് നമുക്ക് കണ്ട ആൾക്കാരെ തന്നെ വീണ്ടും വീണ്ടും കാണാനും കഴിയും കേട്ടോ. അതുപോലെ തന്നെ കണ്ട സ്ഥലങ്ങൾ തന്നെയായിരിക്കും നമ്മൾ വീണ്ടും കൂടുതലായിട്ട് കാണുന്നത്. ഈ കാണുന്നത് നൈറ്റ് ജാറാണ്. ഈ മൂങ്ങയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. പകലൊക്കെ ഇങ്ങനെ ഉറങ്ങി കിടക്കുകയും രാത്രി നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ജീവിയാണിത്.
അവർ മൂവ് ചെയ്യുന്നൊരു വിഷയം നോക്കിയിരുന്നിട്ടും ഒരു അനക്കം കിട്ടിയില്ല. പിന്നെ മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഹൈനയെ തേടി തന്നെ യാത്ര തുടർന്നു. ഇങ്ങനെ ഓരോ അനിമൽസിനെ തേടിയും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അഥവാ നമുക്കതിൻ്റെ സൈറ്റിംഗ് എന്തെങ്കിലും കിട്ടിയാലോ, കിട്ടിയ സന്തോഷത്തിൽ അതിൻ്റെ വീണ്ടും നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതേ ഫോറസ്റ്റിൽ തന്നെ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇതൊരു ലഹരി പോലെ തന്നെയാണ്. വേനൽക്കാലങ്ങളിൽ കാടിനുള്ളിൽ ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരളുന്ന ടൈമിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു ആർട്ടിഫിഷ്യൽ പോണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം കുറയും തോറും ഫോറസ്റ്റുകാർ ഇതിൽ കൊണ്ട് വെള്ളം വീണ്ടും നിറയ്ക്കുന്നതാണ്. കിളികളൊക്കെ ഇതിൽ വെള്ളം കുടിക്കുന്ന ആ ഒരു വിഷ്വൽ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് പിന്നാലെ മറ്റൊരു ടീം വന്നിരിക്കുന്നത്. ഒരു മയിലിൻ്റെ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. ഒരു അമ്മ മയിലും 5 കുഞ്ഞുങ്ങളും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മെല്ലെ വന്നിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് നിന്നിട്ട് അവരാരെയും നിരീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് അവർ പേടിച്ചപ്പോഴാണ് അടുത്ത ആളെ കാണാനിടയുണ്ടായത്. ഈ പോണ്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമല്ല, ഒരുപാട് പേര് ഒരേ ടൈമെല്ലാം വരുന്നുണ്ട്. ഒരു സൈഡിൽ കിളികളും മയിലും അതുപോലെ തന്നെ അടുത്ത് കണ്ടോ എന്ന് പറഞ്ഞില്ലേ മറ്റൊരാൾ കാണുന്നുണ്ടോ? ദൂരെയായിട്ട് ആ കിളികളുടെ പിന്നിൽ നോക്കിയാൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മംഗൂസ് അല്ലെങ്കിൽ കീരി ആൾ മെല്ലെ നിന്ന് വെള്ളം കുടിക്കുകയാണ്. നമുക്ക് മുന്നോട്ടൊന്നും വന്നുള്ള വിഷ്വലൊന്നും കിട്ടിയില്ല. കിളിയുടെ പിന്നിൽ നിന്നായിട്ട് മെല്ലെ നിന്നിട്ട് തല പൊക്കിയൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. സഫാരി ടൈം ഏറെക്കുറെ നമുക്ക് കഴിയാറായിട്ടുണ്ട്. ഇനിയൊരു 30 മിനിറ്റ് കൂടിയാണ് നമുക്ക് യാത്ര ബാക്കിയുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും യാത്രയുടെ അവസാനം വരെയും നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. കാരണം മിക്കപ്പോഴും നമുക്ക് അവസാനത്തെ ടൈമിലാണ് കൂടുതലും നമുക്ക് സൈറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പക്ഷികളുള്ള ഒരു കാട് കൂടിയാണെന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെ ഒരുപാട് കൂടുകളും അവിടെ കാണുന്നുണ്ട്. ഈ കൂടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഇവനെ കണ്ടത്. ചാരക്കൂട്ടൻ അഥവാ ലോങ് ടൈൽ സ്ട്രൈക്ക് എന്നറിയപ്പെടും. ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന ഒരു വിഭാഗം പക്ഷികളിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ കാണുന്ന ചാരക്കൂട്ടൻ. ആളുടെ കളറൊക്കെ കാണാൻ നല്ല രസമുണ്ടായതുകൊണ്ട് കുറച്ച് നേരം നല്ല വിഷ്വലൊക്കെ നമ്മൾ എടുക്കുകയും നോക്കിയിരിക്കുകയും ചെയ്തു. യാത്രയുടെ നമുക്ക് അവസാനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തവണ ഹൈനെ കിട്ടുമോ ഇല്ലയോ എന്നത് നമുക്ക് വീണ്ടും ഡൗട്ടുകളിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അറ്റ് ലാസ്റ്റ് നമുക്ക് ഹൈനെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് അങ്ങോട്ട് ഫേസൊന്നും കിട്ടിയില്ല. നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇരുട്ടൊക്കെ ഉണ്ട്. കാത്തിരുന്നിട്ട് ആളുടെ ഫേസ് നമുക്ക് ലാസ്റ്റ് കിട്ടി. മെല്ലെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ ഹൈന, നമ്മുടെ ഇന്ത്യൻ ഹൈന എന്ന് പറയുന്നത് സ്ട്രൈപ്പഡാണ്. നമുക്ക് സ്ട്രൈപ്പഡ് ഹൈനയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേസമയം ആഫ്രിക്കയിലെ ഹൈന എന്ന് പറയുമ്പോൾ സ്പോട്ടഡ്. ഈ പറയുമ്പോൾ പുള്ളിപ്പുലിയുടെ ദേഹത്ത് കാണുന്ന പോലെ പുള്ളികളായിരിക്കും അവിടുത്തെ ഹൈനയ്ക്കും. നമുക്കിവിടെ ടൈഗറിൻ്റെ ശരീരത്തിൽ കാണുമ്പോഴുള്ള വരകളാണ് ഇവിടുത്തെ ഹൈനയ്ക്കും കാണാൻ കഴിയുന്നത്. ആളിത്തിരി ഉഷാറെന്നുള്ള മട്ടിലല്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചിട്ട് വന്ന് കിടന്നുണ്ടായിരിക്കാം. അങ്ങനെ ഹൈനയെ തേടിയുള്ള നമ്മുടെ യാത്രയിൽ അവസാനം നമുക്ക് ഹൈനയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മുടെ യാത്രയുടെ അവസാനം വരെയും നമ്മുടെ പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. നമുക്ക് അവസാന നിമിഷം കിട്ടിയെങ്കിലും നമുക്ക് നല്ലൊരു വിഷ്വൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നിമിഷം ഹൈന മെല്ലെ അവിടെ നിന്ന് എണീറ്റ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ആ ഓടി ടൈമിൽ 1-2 ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളും അതേ രീതിയിൽ നമുക്ക് ഹൈനയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. യാത്രയിൽ കിട്ടിയ എല്ലാ നല്ല ഫോട്ടോസും ഞാൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഉറപ്പായിട്ടും രേഖപ്പെടുത്തണം. താങ്ക് യു.